എന്റെ വീട്ടിലൊന്ന് ബിരിയാണി ഉണ്ട്, എന്റെ വീട്ടിലും ബിരിയാണി ഉണ്ട്. നമുക്ക് ഷിബിലിക്കും ബാസിക്കും ബിരിയാണി കൊടുത്തിട്ട് ആരെ വീട്ടിലും ബിരിയാണി രസം ചോദിക്കാം. അങ്ങനെ ഞങ്ങൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് അകത്തോട്ട് വന്നപ്പോൾ തന്നെ ഷിബിൽ സാർ അറ്റാക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാസിയുടെ അവൻ്റെ ബിരിയാണി വിളമ്പിട്ട് അതുകൊണ്ട് പുറത്തോട്ട് ഉണ്ടായിരുന്നു. എന്താണ് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്? ഷിബിൽ സാർ പറഞ്ഞിട്ട് ബിരിയാണി സെറ്റാണെന്ന് കഴിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അവന് നന്നായിട്ട് പറ്റിയിട്ടുണ്ടെന്ന് ആ അപ്പം തന്നെ പറയും. പിന്നീട് നമ്മൾ ബാസി സാർ വന്നിട്ട് സൗദിയിലൊരു ബിരിയാണി ഉണ്ടായിരുന്നു, അതിനോട് കിടപിടിച്ചിരിക്കുന്ന ടേസ്റ്റാണ് ഈ ബിരിയാണിക്ക് എന്ന് പറയുന്നത്. എന്തിനാണാവോ ഇനി എല്ലാ ഞായറാഴ്ചൻ്റെ ഉണ്ടാക്കി കൊടുക്കാനാണാവോ? അതിന് എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തായാലും ചരിത്രത്തിൽ ആദ്യമായിട്ട് ബാസി സാർ സൗദിയിലേക്കാളും നന്നായിട്ടൊരു സാധനം ഇവിടെ ഉണ്ട് എന്നുള്ളത് സമ്മതിച്ചിരിക്കുകയാണ്. അതിൻ്റെ അത്ഭുതത്തിനായിരുന്നു ഞങ്ങൾ എല്ലാവരും. അത് കഴിഞ്ഞപ്പോൾ ഇവൻ വന്നിട്ട് ബിരിയാണിയിൽ ഇവിടെ ആണിയെന്നുള്ള കിട്ടിലും കോമഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ചിരിച്ച് പാസ്സായി കൊടുത്തു. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ ബാസി കയറി ഞാൻ സിമ്പിളാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് താഴെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണം. എന്ത് സത്യസന്ധനായ കള്ളൻ. അങ്ങനെ നമ്മുടെ പാവം ബാസികർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷിബിലി പറയണേ, എടാ സൗദിയിലെ ബിരിയാണി എന്ന് പറഞ്ഞാണ്ടല്ലോ, ഒട്ടകത്തിന്റെ പീസ്. ഷിബിലിയുടെ ആ കോമഡിക്ക് ചിരിച്ചുകൊണ്ട് ഒപ്പം കൂടിയെന്നുണ്ടെങ്കിലും പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളുടെ പാവം ബാസികറിനെ എയറിലാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡയലോഗായിരുന്നു അത് എന്നുള്ളത്. അപ്പോൾ ബാസികറിൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് സെംനാഥ് പറഞ്ഞു, എടാ സൗദിയിലെ ബിരിയാണി ശരിക്കും അങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ബാസികർ പറഞ്ഞു, ഓ ഞാൻ പറഞ്ഞ് വിശ്വസിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്ന്. ഇത് പറയുമ്പോൾ പാവം ബാസിയുടെ കണ്ണിൽ നിന്ന് ആനന്ദാസം വരുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഒരു അല്പസമയം കൊണ്ട് ഫുഡെല്ലാം കഴിച്ചു തീർത്തി ഈ തെണ്ടിൻ്റെ പറയുന്നത് പോരാന്ന്. എന്ത് പോരാന്നാന്ന് ചോദിച്ചപ്പോൾ അവൻ പറയാം, എന്റെ വരി കടന്ന് തിന്നാൻ വരാല്ലേ പോരാ. അപ്പോഴാണ് അവൻ യഥാർത്ഥത്തിൽ ഫുഡ് പോരാ എന്നുള്ളതല്ല, അവന് കിട്ടിയത് പോരാ എന്നാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായത്. വെറുതെ അവനെ തെറ്റിദ്ധരിച്ച്. അങ്ങനെ ബിരിയാണി മുഴുവൻ കഴിച്ചിരിക്കാനുള്ള പ്ലാനിലായിരുന്നു കേട്ടോ ഞങ്ങൾ എല്ലാവരും. അപ്പോൾ ഷിബിലി പറഞ്ഞു, ചേട്ടാ കുറച്ച് സ്ഥലം വയറിൽ ബാക്കി വെക്കണേ, കാരണം നിന്റെ വീട്ടിലാണ് നീ പോയി കഴിക്കാടെന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ അവൻ്റെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോഴാണ് ഞങ്ങളെ വേദനിപ്പിക്കുന്ന സത്യം മനസ്സിലാക്കിയത്. ബിരിയാണി പരിപാടി മൂഞ്ചിട്ടുണ്ട്. അപ്പൊ എന്റെ വീട്ടിൽ ബിരിയാണി വിജയിച്ചു.